വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ക്രൈംസ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ പുതുതായിട്ട് നിലവിൽ വന്ന ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത CRPC റീപ്പീൽ ചെയ്തിട്ട് വന്നിട്ടുള്ള BNSSലെ പുതുതായിട്ട് വന്നിട്ടുള്ള ഇൻ ആബ്സെൻഷ്യ ട്രയലുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. യെസ്, സെക്ഷൻ 355 സെക്ഷൻ 356 ഈ രണ്ട് സെക്ഷൻസിലായിട്ടാണ് BNSSൽ ഇൻ ആബ്സെൻഷ്യ ട്രയലുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതുവരെ ഉണ്ടായിരുന്ന ക്രിമിനൽ പ്രൊസീജിയർ കോഡില് CRPCയില് ഇൻ ആബ്സെൻഷ്യ ട്രയൽ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നേ ഇല്ല. ഇത് പുതിയതാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഇൻ ആബ്സെൻഷ്യ ട്രയൽ? ഇൻ ആബ്സെൻഷ്യ ട്രയലുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നിലയ്ക്ക് ഒരു ട്രയൽ നടത്താൻ അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് കോടതിയിൽ പ്രസന്റ് ആയിരിക്കണം. ഓക്കെ, ഇതിന് മുമ്പ് നമ്മൾ ട്രയലിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ പോയി കാണാം. അപ്പൊ ട്രയൽ തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പിക്കേണ്ട ഒരു കാര്യം അക്യൂസ്ഡ് കോടതിക്ക് മുമ്പിൽ ഹാജരാവുന്നുണ്ട് എന്നാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ അക്യൂസ്ഡ് ഇല്ലാതെ, ഇൻ ആബ്സെൻഷ്യ എന്നുള്ള വാക്ക് ഒരു ലാറ്റിൻ ടേം ആണ്. അതിന്റെ അർത്ഥം പറയുന്നത് പ്രസൻസിൽ അല്ലാതെ, അതായത് ഒരാളുടെ ആബ്സെൻസിൽ ഒരു കാര്യം ചെയ്യുന്നതിനെയാണ് ഇൻ ആബ്സെൻഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് സത്യത്തിൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അക്യൂസ്ഡിന്റെ പ്രസൻസിൽ മാത്രമേ ഒരു വിചാരണ നടക്കാൻ പാടുള്ളൂ എന്നാണ്. എന്നാൽ അതിന് എക്സെപ്ഷൻ ആയിട്ട് ഈ സെക്ഷനിൽ പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അറ്റ് എനി സ്റ്റേജ് ഓഫ് എൻക്വയറി, സെക്ഷൻ 355 പറയുന്നത്, അതായത് ട്രയൽ തുടങ്ങി ട്രയൽ കംപ്ലീറ്റ് ആവുന്നത് വരെ അതിനിടയിലുള്ള ഏത് സ്റ്റേജിൽ വെച്ചിട്ട് വേണമെങ്കിലും ഫോർ റീസൺസ് ടു ബി റെക്കോർഡഡ്, ഈ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ജഡ്ജ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, എപ്പോഴാണ് അത് ചെയ്യുക? അതായത് രണ്ട് കാരണങ്ങൾ ഉണ്ടാവാം. ഒന്ന്, ഈ പ്രതിയായിട്ടുള്ള ആളുടെ പ്രസൻസ് കോടതി പ്രൊസീഡിങ്സിന് ആവശ്യമില്ല എന്ന് ജഡ്ജിക്ക് തോന്നുകയാണെങ്കിൽ. രണ്ടാമത്, അങ്ങനെയുള്ള ആളുടെ പ്രസൻസ് ഈ കോടതി നടപടികളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് ജഡ്ജിക്ക് കൺവിൻസ്ഡ് ആവുന്നുണ്ടെങ്കിൽ, ഈ രണ്ട് സാഹചര്യങ്ങളിലും അത് എങ്ങനെയാണ് അത് കൺവിൻസ്ഡ് ആയത് എന്നതിന്റെ കാരണങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. ഇനി ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. എന്താണ്? ഈ പ്രതി ഒരു ലോയർ വഴി റെപ്രസെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. അത് നിർബന്ധമാണ്. കാരണം ആരെങ്കിലും ഒരാൾ, ഒന്നുകിൽ പ്രതി ഉണ്ടാവണം അല്ലെങ്കിൽ പ്രതിയുടെ വക്കീലെങ്കിലും കോടതിയിൽ പ്രസന്റ് ആയിരിക്കണം ട്രയൽ നടക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആവുകയാണെങ്കിൽ എന്തൊക്കെയാണ്? ഒന്ന്, പ്രതിയുടെ സാന്നിധ്യം കൊണ്ട് കോടതി നടപടികൾ തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ പ്രതിയുടെ സാന്നിധ്യം ഇല്ലെങ്കിലും ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്നാ പറയുന്നത്, അതായത് നീതിപൂർവകമായി വിചാരണ നടത്തപ്പെടും എന്ന് ജഡ്ജിക്ക് തോന്നുകയാണെങ്കിൽ. ഇനി ഇത് ഏത് സാഹചര്യത്തിലും പ്രതി ഒരു വക്കീല് മുഖാന്തരം കോടതിയിൽ റെപ്രസെന്റ് ചെയ്യപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യാം? അതായത് ഇനി ഈ പ്രതി കോടതിയിൽ വരേണ്ടതില്ല, കോടതിക്ക് മുമ്പിൽ പ്രതി ഹാജരാവേണ്ടതില്ല എന്ന് ജഡ്ജിക്ക് വിധിക്കാം. അതായത് പ്രതിയുടെ സാന്നിധ്യത്തിൽ അല്ലാതെ തന്നെ ട്രയൽ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാം സെക്ഷൻ 355 പ്രകാരം. പക്ഷെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ കോടതിക്ക് ഈ പ്രസൻസ് ആവശ്യമില്ലെന്ന് തോന്നിയാലും അത് ആ സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേജിൽ കോടതിക്ക് വീണ്ടും ഈ പ്രതിയുടെ പ്രസൻസ് കോടതിയിൽ കൊണ്ടുവന്നതിന് ശേഷം ബാക്കി പ്രൊസീഡിങ്സ് നടത്താം എന്നാണ് പറയുന്നത്. അതായത് കംപ്ലീറ്റ്ലി പ്രതിയെ കൊണ്ടുവരേ വേണ്ട എന്നല്ല, ഈ ഒരു ഘട്ടത്തിൽ പ്രതിയുടെ ആവശ്യമില്ല, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേജിൽ പ്രതിയെ ഹാജരാക്കുകയും വേണം. അതാണ് സെക്ഷൻ 355 പറയുന്നത്. സെക്ഷൻ 355ന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് BNSSൽ പറയുന്നത്, ഇത്തരത്തിൽ ഈ പേഴ്സണൽ അറ്റൻഡൻസ് ഓഫ് ദ അക്യൂസ്ഡ് എന്ന് പറയുമ്പോൾ ആ പ്രസൻസ് ഫിസിക്കൽ ആയിക്കൊള്ളണം എന്നില്ല. ഓഡിയോ, വീഡിയോ അങ്ങനെയുള്ള ഏതെങ്കിലും മാർഗത്തിലൂടെ ഉള്ള ഒരു പ്രസൻസ് ആയാലും അതിനെ പേഴ്സണൽ അറ്റൻഡൻസ് ആക്കി കണക്കാക്കുകയും വേണം എന്നാണ് സെക്ഷൻ 355 പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 355 ഇത്രേ പറയുന്നുള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ പ്രസൻസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ പ്രതി വക്കീൽ മുഖാന്തരം റെപ്രസെന്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഈ ഒരു കാരണം കൊണ്ട് പ്രതിക്ക് ഒരു തരത്തിലുള്ള ഒരു നീതിരാഹിത്യം, അയാൾക്കെതിരെ ഒരു ഇൻജസ്റ്റിസും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പ്രതി ഹാജരായില്ലെങ്കിലും ട്രയൽ പ്രൊസീഡിങ്സ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് സെക്ഷൻ 355 പറയുന്നത്. ഓക്കെ,
അതോടൊപ്പം സെക്ഷൻ 356 പറയുന്നത് വേറൊരു പ്രത്യേക കാറ്റഗറി ഓഫൻഡേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പ്രൊക്ലെയിംഡ് ഓഫൻഡേഴ്സ്. ഓക്കെ, ആരാണത്? അവര് ഈ കണ്ടുകിട്ടാത്ത അല്ലെങ്കിൽ അവരെ ഇനി കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ സാധിക്കുകയില്ല തൽക്കാലം എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ, ഇപ്പൊ നമ്മൾ സുകുമാരക്കുറുപ്പിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. അപ്പൊ അങ്ങനെ പ്രഖ്യാപിക്കുന്നത് എപ്പോഴാ? പോലീസ് കുറെ അന്വേഷണം നടത്തി, അറസ്റ്റ് ചെയ്യാൻ കുറെ അധികം ശ്രമിച്ചു, ഒരു തരത്തിലും ആളെ കണ്ടുകിട്ടാനേ ഇല്ല, അടുത്തൊന്നും കിട്ടും എന്ന് യാതൊരു ഹോപ്പും ഇല്ല. അപ്പൊ അനന്തമായിട്ട് ഈ വിചാരണ നീട്ടിക്കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള പ്രൊക്ലെയിംഡ് ഓഫൻഡേഴ്സിനെ പ്രൊക്ലെയിം ചെയ്തതിന് ശേഷം, അതായത് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചതിന് ശേഷം 90 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം, ഓക്കെ, ബാക്കി എല്ലാ പ്രൊസീജിയേഴ്സും ഫോളോ ചെയ്യണം. എന്താണ് പ്രൊസീജിയർ? ഒന്ന്, നാഷണൽ ഡെയിലീസിൽ ഒക്കെ ഇത് അഡ്വർടൈസ് ചെയ്യണം. ഇങ്ങനെ ഒരാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, 90 ദിവസത്തിനകം ആള് ഹാജരായില്ലെങ്കിൽ വിചാരണ തുടങ്ങുകയാണ് എന്നൊരു അനൗൺസ്മെന്റ് കൊടുക്കണം. 2, വാറന്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം. അയാളുടെ അവസാനമായി അയാളെ കണ്ട അഡ്രസ്സിൽ അത് കിട്ടാവുന്ന രീതിയിൽ 2 വാറന്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ 3, ഇങ്ങനെ ഈ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു, 90 ദിവസത്തിനുള്ളിൽ ആളെ കിട്ടിയില്ലെങ്കിൽ ട്രയൽ തുടങ്ങും എന്നുള്ള ഇൻഫോർമേഷൻ അയാളെ അവസാനമായിട്ട് കണ്ട അഡ്രസ്സിൽ കാണാവുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഒട്ടിക്കുകയും വേണം. അതായത് അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കുകയും അയാളെ തിരിച്ചു വരാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയതിന് ശേഷം 90 ദിവസത്തിന് ശേഷവും ഇയാളെ കിട്ടുന്നില്ലെങ്കിൽ അയാളുടെ ആബ്സെൻസിൽ കോടതി പ്രൊസീഡിങ്സ്, അതായത് വിചാരണ തുടങ്ങാം എന്നാണ് 356 പറയുന്നത്. പക്ഷെ അവിടെ പറയുന്ന ഒരു കാര്യം, അങ്ങനെ നടത്തുന്ന വിചാരണയിൽ പിടികിട്ടാപ്പുള്ളിയാണെങ്കിൽ പോലും അയാൾ ഒരു വക്കീൽ മുഖാന്തിരം റെപ്രസെന്റ് ചെയ്യപ്പെടണം. ഇനി അഥവാ പിടികിട്ടാപ്പുള്ളിയാണ്, അയാൾ നാട് വിട്ടുപോയി, അയാൾ വക്കീലിനെ ഒന്നും ഏർപ്പാടാക്കിയിട്ടില്ലെങ്കിൽ കോടതി ഒരു വക്കീലിനെ അയാൾക്ക് വേണ്ടി ഏർപ്പാടാക്കി കൊടുക്കുകയും ആ വക്കീല് ഈ പിടികിട്ടാപ്പുള്ളിയായ ആളെ റെപ്രസെന്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് വേണം വിചാരണ നടത്താൻ എന്നതാണ് ഈ സെക്ഷൻ പറയുന്നത്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ലീഗൽ പ്രൊസീഡിങ്സ് ഫോളോ ചെയ്തുകൊണ്ട് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുകയോ നാട് പോവുകയോ ഒക്കെ ചെയ്ത ആളുകളെ പോലും വിചാരണ സമയത്ത് നടത്തി കുറ്റം കണ്ടെത്തുകയും അഥവാ അയാൾ കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ശിക്ഷ വിധിക്കുകയും ചെയ്യാം കോടതിക്ക്. ഈ ഒരു സംവിധാനം ഇതിനു മുമ്പ് ഇന്നേ വരെ ഇന്ത്യയിൽ നിലവിൽ ഉണ്ടായിരുന്നില്ല. കാരണം അടിസ്ഥാനപരമായ അഡ്മിനിസ്ട്രേറ്റീവ് ലോയിലെ ഒരു പ്രിൻസിപ്പിൾ എന്താണ്? അതായത് നമ്മൾ ഒരു വിചാരണ നടത്തുമ്പോൾ 2 സൈഡിലുള്ള ആളുകൾക്കും പറയാവുന്നത് നമ്മൾ കേട്ടിരിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ കുറ്റം ആരോപിക്കുന്ന ആൾ നമുക്ക് മുമ്പിൽ ഇല്ലാത്ത സമയത്ത് ഒരു വിചാരണ നടക്കാൻ പാടില്ല എന്നതൊരു ബേസിക് ഹ്യൂമൻ റൈറ്റ് പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ CRPCയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാതിരുന്നത്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ അനവധി പിടികിട്ടാപ്പുള്ളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ പുതിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നിയമമാറ്റം കൊണ്ടുവരുന്നത്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അങ്ങനെ ഒരാൾക്ക് ശിക്ഷ വിധിച്ചു എന്ന് വെക്കുക, അയാൾക്ക് അപ്പീലിന് പോവാനുള്ള അവകാശമുണ്ട് മറ്റേത് പ്രതികളെയും പോലെ. പക്ഷേ ഇവിടെ 356 പറയുന്നത് അയാൾക്ക് അപ്പീലിന് പോകണമെങ്കിൽ അയാൾ ഇന്ത്യയിൽ വന്ന് സ്വന്തം പ്രസൻസ് കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ അപ്പീലിന് പോവാൻ പറ്റുള്ളൂ. അതായത് ഏതെങ്കിലും വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് അയാൾക്ക് ഇന്ത്യൻ കോടതികളിൽ അപ്പീലിന് ശ്രമിക്കാൻ സാധിക്കുകയില്ല. എപ്പോ? അയാൾ ട്രയലിന്റെ സമയത്ത് കോടതിയിൽ ഹാജരായിട്ടില്ലെങ്കിൽ. ഓക്കെ, എന്ന് മാത്രവുമല്ല, അടുത്ത 3 വർഷത്തിനുള്ളിൽ അയാൾ ഇന്ത്യയിൽ വരികയും അപ്പീൽ കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ 3 വർഷമാണ് അതിന്റെ ലിമിറ്റേഷൻ പീരീഡ്. ആ 3 വർഷം അപ്പീൽ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് അയാൾക്ക് അപ്പീലിനുള്ള അവകാശം ഇല്ലാതെയാവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഇപ്പൊ പുതുതായിട്ട് BNSS വഴി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇനാബ്സെൻഷ്യ ട്രയലുകൾ, അല്ലെങ്കിൽ ഒരു പ്രതിയുടെ അഭാവത്തിൽ നടക്കുന്ന വിചാരണകൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. BNSSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മറ്റു മാറ്റങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.